ഈസ്റ്ററൊക്കെ വരാൻ പോകല്ലേ, അപ്പോൾ നമുക്കൊരു ചിക്കൻ പുരട്ട് നോക്കിയാലോ. അപ്പോൾ 2 kg ചിക്കനാണ് കേട്ടത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഞാനൊരു പാത്രത്തിൽ വാല വെച്ചതിന് ശേഷം എടുത്താണ്. എല്ലാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിട്ട് കൊടുക്കണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു സ്പൂൺ ഇട്ടുണ്ട്. പിന്നെ പൊടികളാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, അര സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് വീതം ഗരം മസാല, ചിക്കൻ മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ 1 ചെറുനാരങ്ങയുടെ നീര്. ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട്, ചെറുനാരങ്ങ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂണ് ചൊറുക്കൊഴിച്ചാലും മതി കേട്ടോ. ഇതൊഴിച്ചിട്ട് നന്നായി തിരുമ്പി യോജിപ്പിച്ച് ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കും. അരമണിക്കൂർ വെച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് ചെയ്യാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ നേരമില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായി, അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഉപ്പും മുളകും എല്ലാതും അവിടെ ചേർന്ന് പിടിച്ചിട്ട് ചിക്കനൊക്കെ ഒരു അല്ലെങ്കിൽ പിന്നെ ചിക്കനിൽ ഇതൊന്നും ചേരാതെ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ 2 മണിക്കൂർ. അതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ച് ഒരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുക്കണം കേട്ടോ ഈ കറിക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഒരു 5 സബോള ഞാൻ വറുക്കാൻ എടുക്കുകയാണ്. ഈ വറുത്ത സബോള ഈ ചിക്കൻ പുരട്ടിലിടുമ്പോൾ, ഒന്നാമത്തെ ഈ ചിക്കൻ പുരട്ടിന് വലിയ നീണ്ടൊരു ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ചേർന്നാണല്ലോ നിൽക്കുക. അതിൻ്റെ ഒപ്പം ഈ ഇതും കൂട്ടി ഇങ്ങനെ കടിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ചിക്കനിൽ ഇതിങ്ങനെ വറുത്തിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 5 സബോള വറുക്കാനിട്ടിട്ടുണ്ട്. അത് വറുത്ത് വരട്ടെ. അത് സൺഫ്ലവറിലോ നെയ്യിലൊക്കെ ചെയ്യണതാണ് നല്ലത്. അപ്പോൾ ഇത് ഒരുവിധമായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ആവണം കേട്ടോ. നന്നായി മൊരിഞ്ഞ് നമുക്കൊന്ന് തിരുമ്മി ഉടയ്ക്കാൻ പറ്റണം കൈ കൊണ്ട്. അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് വറുക്കാനായിട്ട് കുറേ നേരം വേണ്ടതെന്ന് ചോദിച്ചാൽ, അത് അവിടെ കിടന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിന് വ്യത്യാസം വരും ഇതൊക്കെ ഇടുമ്പോഴേ. ഇത് ലാസ്റ്റ് നമ്മൾ കറി ആയതിന് ശേഷം ഇതിങ്ങനെ തിരുമ്പി ഉടച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ, അത് നമ്മൾ ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇടില്ല. അതുപോലെ തന്നെ ഇതിന് മാത്രമായാലും നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആ ഗ്രേവിക്ക് വരും. നമ്മൾ ഈ ചിക്കനും ബീഫ് തന്നെയല്ലേ ആഴ്ചയിൽ മാറി മാറി കഴിക്കണത്. നമുക്കൊരു വെറൈറ്റി ആയിട്ട് മാറി മാറി ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കാൻ തോന്നുക. അല്ലെങ്കിൽ ചിക്കനല്ലേ ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾ ഇത് എല്ലാ ആഴ്ചയും വാങ്ങൂല. ഒന്നുമില്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ. അപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഓയിലിൽ തന്നെയാണ് ഞാൻ 2 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുക കറി ഉണ്ടാക്കാനായിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. ഒരു വെറൈറ്റി ചിക്കൻ കറി ആകുമ്പോൾ നമുക്കത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റും വരും. അപ്പോൾ അത് വഴന്ന് വരട്ടെ. ഇതൊരു വിധം വഴന്ന് വന്നപ്പോൾ ഞാൻ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയൊക്കെ ഒരു പച്ചമണം പോകണ വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് നെടുവേക്ക് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളകാട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം ഞാനൊരു 3 തക്കാളി പേസ്റ്റാക്കി അരച്ചെടുത്തത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പുരട്ടിന് ഇങ്ങനെ ആ ഗ്രേവി ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴേ, അത് നമ്മൾ കിച്ചപ്പൊന്നും ഒഴിക്കില്ല, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു
അര ടീസ്പൂണ് സ്പൂണാണ് കേട്ടോ, അര സ്പൂണ് പഞ്ചസാര കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലൊരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ചിക്കൻ മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ഓരോ സ്പൂണ് ചെയ്തിട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ, മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പമാണ്, പക്ഷേ അതേസമയം നല്ലൊരു വെറൈറ്റി ചിക്കൻ പെരട്ടാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം, ഒട്ടും വെള്ളം ചേർക്കാതെ. ഒട്ടും വെള്ളമാണ് ചിക്കൻ പെരട്ടിന്, അങ്ങനെയാണല്ലോ, ഒട്ടും വെള്ളം ഉണ്ടാകുമ്പോൾ, ചാറുണ്ടാകുമ്പോൾ. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് ചൊറുക്കൊഴിച്ചിട്ടോ, 1/4 ടീസ്പൂൺ. നമ്മളൊരു കിച്ചപ്പിൻ്റെ ഒരു ഇതിലാണ്. ഇനി നമ്മൾ ഈ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ച സബോള പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിക്കുക. ഈ ഗ്രേവിക്ക് എന്ത് ടേസ്റ്റെന്നറിയും, നമ്മളിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊട്ടും ഗ്രേവിയില്ല, നമ്മുടെ ചിക്കനോട് ചേർന്ന് പിടിച്ച് വെക്കണം. അപ്പോൾ ചപ്പാത്തിക്കോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിനും എല്ലാത്തിനും, പുട്ട് എല്ലാത്തിനും ഈ ചിക്കൻ പെരട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിന മല്ലിയിലാണ് ഇട്ട് കൊടുത്തത്, അതും അതിൻ്റെ മണവും ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം 2 പച്ചമുളകും കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചിക്കൻ പെരട്ട്, സൂപ്പർ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ഒരു പുതിയ ചാനലാണ് കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു, ബൈ.